വിഷ്ണു പറയുകയാണ്, എടാ അത് വണ്ടിക്ക് കുഴപ്പമുള്ളത് കൊണ്ടല്ലേ എന്റെ ആശാനെ, വണ്ടിക്ക് ഒരു കുഴപ്പവുമില്ല. വണ്ടിക്ക് കുഴപ്പമുള്ളതായി ഏട്ടത്തിയമ്മ അഭിനയിക്കുകയാണ്. ആശാൻ വരുമ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരടവ് ആണോ? പിന്നല്ലാതെ. ഒന്ന് പോടാ. എന്നിട്ടവള് ഇങ്ങോട്ടൊന്നും നോക്കുക കൂടിയില്ലല്ലോ. എന്റെ ആശാനെ, പണം പിരിക്കാനല്ലാതെ ആശാന് വേറൊന്നും അറിയില്ലേ? പ്രേമിക്കുന്ന കാര്യത്തിൽ ആശാൻ സീറോയാണ്, ബിഗ് സീറോ, വെറും വട്ടപൂജ്യം. എടാ അതിനിപ്പോ എന്തു പറ്റാൻ? ഇനിയിപ്പോ എന്തു പറ്റാനാ? ദേ ആ വണ്ടിയുടെ മിററിലേക്ക് ഒന്ന് നോക്കിയേ. കമലൻ പറഞ്ഞത് കേട്ട് മിററിൽ കൂടി നോക്കുകയാണ് വിഷ്ണു. അതിലേട്ടത്തിയെ കാണാൻ പറ്റുന്നുണ്ടോ ആശാന്? ആ കാണാം എന്ന് പറയുമ്പോൾ കമലൻ പറയുകയാണ്, അപ്പോ ഏട്ടത്തിക്ക് ആശാനെയും കാണാം എന്നാണ് അർത്ഥം. കാണാല്ലേ എന്ന് സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ് വിഷ്ണു. പിന്നെ കാണാതെ. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് ആശാനെ. എല്ലാം വെട്ടിത്തുറങ്ങും അങ്ങ് പ്രകടിപ്പിക്കില്ല. അവരുടെ ചില നോട്ടവും ഭാവവും ഒക്കെ കണ്ടുവേണം നമ്മൾ അതറിഞ്ഞങ്ങ് മനസ്സിലാക്കാൻ. പെട്ടെന്ന് ശാലിനിയുടെ വണ്ടി സ്റ്റാർട്ടാവുകയാണ്. കമലൻ പറയാണ്, കണ്ടോ കണ്ടോ, ആശാനെ കണ്ടപ്പോൾ തന്നെ ഏട്ടത്തിയുടെ വണ്ടി സ്റ്റാർട്ടായി. അത് ശരിയാണല്ലോ, നീ ആളൊരു ഭയങ്കര സംഭവമാണല്ലോടാ. ഓ, ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. അന്നേരം വണ്ടി എടുത്തു പോവുകയാണ് ശാലിനി. കമലൻ പറയാണ്, ദേ ഇപ്പോൾ ഏട്ടത്തി തന്ന സിഗ്നൽ കണ്ടോ, അതുപോലും മനസ്സിലായില്ലല്ലോ ആശാന്. എന്ത് സിഗ്നൽ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് കമലൻ പറയാണ്, ട്രാഫിക് പോലീസിന്റെ സിഗ്നല്. എന്റെ ആശാനെ ഫോളോ ചെയ്ത് പിന്നാലെ ചെല്ലാൻ ആണോന്ന് ചോദിക്കുമ്പോൾ അത് വെപ്രാളത്തോടുകൂടി കമലൻ പറയാണ്, എന്റെ ആശാനെ പിന്നല്ലാതെ വണ്ടിയെടുത്ത് പെട്ടെന്ന് ചെല്ലാൻ. ആ വാന്നും പറഞ്ഞ് വിഷ്ണുവും കമലനും കൂടി ബുള്ളറ്റിൽ ശാലിനിയുടെ പിറകെ പോവുകയാണ്. വിഷ്ണു പറയുകയാണ്, പിന്നെ നീ പറയുന്നത് പോലെ പ്രേമത്തെ പറ്റി തീരെ അറിവില്ലാത്തവനൊന്നും അല്ല ഞാൻ. ഓ ശരി, ആയിക്കോട്ടെ, നമുക്ക് പോകാം. ആശാൻ വണ്ടിയെടുക്ക്. അല്ലടാ, എനിക്കൊരു സംശയം. ആരായി ശകുന്തള? ആ ചന്തയില് ഇഞ്ചിപ്പുളി വിൽക്കുന്ന മോഹന്റെ ഭാര്യയല്ലേ? അവരുടെ കാലിലെന്തോ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോയോ അവരെ? അത് കേട്ട് വാ വിളിച്ചു മേലോട്ട് നോക്കി തൊഴുത ശേഷം കമലം പറയുകയാണ്, ഈശ്വര ക്ഷമി. പിന്നീട് കാണിക്കുന്നത് പണവുമായി റോഡിലൂടെ മടങ്ങി വരുന്ന ശാരദയും ശാരികയുമാണ്. ശാരിക ചോദിക്കുകയാണ്, അമ്മേ ഇനി എന്തു ചെയ്യും നമ്മൾ? എനിക്കൊരു ഊഹവുമില്ല മോളെ. ഈ പണവും മുദ്രപത്രങ്ങളും നിന്റെ അച്ഛനെ ഏൽപ്പിക്കുന്നതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് ആശ്വസിച്ചതാണ്. പക്ഷേ നടന്നില്ല. അവരെന്താ അമ്മേ ഇത് തിരിച്ചു വാങ്ങാത്തത്? അവർക്ക് നമ്മളെ കുടിയൊഴിപ്പിച്ച് ആ വീടും സ്ഥലവും ഒക്കെ സ്വന്തമാക്കണം മോളെ. അത്രയുള്ളൂ. മധുരം പുരട്ടി തന്നാലും വിഷം വിഷം തന്നെയല്ലേ? തിന്നാൻ പറ്റുമോ നമുക്ക്? എന്റെ കുട്ടികളുടെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിത് വാങ്ങില്ലായിരുന്നു, അവിടെ എറിഞ്ഞിട്ട് പോന്നേനെ. ഇനി ഇത് എവിടെ കൊണ്ടുപോയി വയ്ക്കും നമ്മളെന്ന് ചോദിക്കുകയാണ് ശാരിക. ശാരദാമ്മ പറയുകയാണ്, അതാണ് വലിയ ടെൻഷൻ. ശാലിനി കണ്ടാൽ പ്രശ്നമാകും. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക്. ശാരിക ചോദിക്കുകയാണ്, നമുക്ക് ഈ പണം കുറുപ്പ് സാറിനെയോ മറ്റോ ഏൽപ്പിച്ചാലോ അമ്മേ? ഞാനത് ആലോചിച്ചതാണ്. പക്ഷെ അവരോടൊക്കെ കഥ ആദ്യം മുതലേ പറയണ്ടേ മോളെ? അതാ ഒരു ബുദ്ധിമുട്ട്. മാത്രവുമല്ല, ഇത് എത്ര ദിവസം നമ്മളുടെ കയ്യിൽ ഇങ്ങനെ വെക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കണം. കയ്യിൽ ഒരു വിഷപ്പാമ്പിനെ സൂക്ഷിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം അവിടെ ബൈക്കിലെത്തുകയാണ് ബാലചന്ദ്രൻ, ഹെൽമറ്റൊക്കെ വെച്ച്. ബസ് സ്റ്റോപ്പിലെത്തിയ ശാരദാമ്മ ശാരികയോട് പറയുകയാണ്, ഇപ്പോ ഇനി അങ്ങോട്ട് ബസ് ഉണ്ടോ ആവോ? പെട്ടെന്ന് ബൈക്കിൽ ജാക്കറ്റും ഹെൽമറ്റും ഒക്കെ ആയി വന്ന ബാലചന്ദ്രൻ ശാരദാമ്മയുടെ കയ്യിൽ നിന്നും പൈസ അടങ്ങിയ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അയ്യോ എന്റെ പൈസ എന്ന് ശാരദാമ്മ വിളിക്കുന്നുണ്ട്. കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് ശാരദാമ്മ പുറകെ ഓടുന്നെങ്കിലും ബാലചന്ദ്രൻ ബൈക്കിൽ അങ്ങ് വേഗം ദൂരം പിന്നിടുകയാണ്. ഓടുന്ന ശാരദാമ്മ തലയിടിച്ച് വീഴുകയാണ്. നെറ്റി മുറിയുന്നുമുണ്ട്. എന്നിട്ടും ശാരദാമ്മ കള്ളൻ കള്ളൻ എന്ന് വിളിക്കുകയാണ്. ശാരദാമ്മ പറയുകയാണ്, കള്ളൻ എന്റെ പണം കൊണ്ടുപോയി, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. മോളെ മോളെ, അവൻ പോയി എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ശാരദാമ്മ. പെട്ടെന്ന് ശാരദാമ്മയുടെ നെറ്റിയിലെ മുറിവ് കാണുകയാണ് ശാരിക. അയ്യോ അമ്മേ, ചോര എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അതൊന്നും സാരമില്ല മോളെ. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കണേ, ഞങ്ങളുടെ കാശ്. അന്നേരം അവിടേക്ക് ഓടി വന്ന ഒരാൾ ചോദിക്കുകയാണ്, എന്താ ശാരദാമ്മേ? അതെ, ഞങ്ങളുടെ പണം അടങ്ങിയ കവറ് ബൈക്കിൽ വന്ന ഒരാള് മോഷ്ടിച്ചു കൊണ്ടുപോയി. എത്ര ഉണ്ടായിരുന്നു കാശ്? 10 ലക്ഷം എന്ന് പറയുമ്പോൾ ശങ്കരേട്ടനും ഉറക്കെ ചോദിക്കുകയാണ്, 10 ലക്ഷമോ? നിങ്ങൾ വേഗം ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കാര്യം പറയ്. അവൻ ഈ പരിസരം വിട്ട് എങ്ങും പോയിട്ടുണ്ടാകില്ല. CCTV ഒക്കെ ഉള്ളതല്ലേ, മിനിറ്റുകൾക്കുള്ളിൽ ആളെ പൊക്കും. അന്നേരം അവിടേക്ക് വന്ന ഒരു ഓട്ടോയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ശാരദാമ്മയും ശാരികയും. ഓട്ടോയിൽ കയറിയ ശേഷം ശാരിക പറയാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അമ്മേ. വേണ്ട മോളെ, നമുക്ക് ആദ്യം പോലീസ് സ്റ്റേഷനിൽ തന്നെ പോകാം. നമ്മുടെയൊക്കെ ജീവിതമാണ് അവൻ പിടിച്ചു പറിച്ചു കൊണ്ടുപോയ ആ കവറിനകത്ത് ഉള്ളത്. അതേ സമയം ശാലിനിയുടെ സ്കൂട്ടറിന് പിന്നാലെ പോവുകയാണ് വിഷ്ണുവും കമലനും. വിഷ്ണു കമലിനോട് ചോദിക്കാണ്, എടാ അവള് നമ്മൾ പിന്നാലെ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? അതിനല്ലേ ആശാനെ മിറർ വച്ചിരിക്കുന്നത്? അത് ശരിയാ, പക്ഷെ എനിക്ക് അവളുടെ മുഖം കാണാൻ പറ്റുന്നില്ലടാ. ഏട്ടത്തി കാണുന്നുണ്ടല്ലോ, അതുപോലെ എന്റെ ആശാന്.
അത് ശരിയാ, അത് മതി തൽക്കാലം. അല്ലടാ, എനിക്കൊരു സംശയം. എന്താ ആശാനെ? അല്ല, അവൾ എന്നെ കാണുന്നുണ്ടോ എന്നേ. എടാ, മുടിഞ്ഞ സ്പീഡല്ലേ. ഈ സ്പീഡിൽ പെണ്ണുങ്ങൾ ഓടിക്കുമോ? ഇത്രയും സ്പീഡിൽ? ഈ ആശാനെ കൊണ്ട്, എന്റെ ആശാനെ, ഇതൊക്കെ ഓരോ സിഗ്നലാണ്. ദേഷ്യപ്പെട്ട് വിഷ്ണു പറയാണ്. പിന്നെയും തുടങ്ങി അവന്റെ ഒരു സിഗ്നല്. എടാ, കാര്യം പറയടാ ശവമേ. പെൺപക്ഷി ആൺപക്ഷികളെ വിളിക്കുന്നത് കണ്ടിട്ടില്ലേ? അവരൊരു ശബ്ദമുണ്ടാക്കി ഏതെങ്കിലും ഒരു കൊമ്പിലേക്ക് പറന്നു ചെന്നിരിക്കുകയേ ഉള്ളൂ. അല്ലാതെ ഇൻവിറ്റേഷൻ കാർഡ് അടിച്ച് ക്ഷണിക്കുകയൊന്നും ഇല്ല. വിഷ്ണു ചോദിക്കുകയാണ്. അല്ലല്ല, അതിന് ഇവിടെ എവിടെയാടാ കൊമ്പ്? കലിതുള്ളി കമലൻ പറയുകയാണ്. തേങ്ങാക്കൊല. ദേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. സോറി ആശാനെ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്. ആ, സോറി ഒന്നും വേണ്ട, നീ കാര്യം പറ. ആശാനെ, ഏട്ടത്തി സ്പീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്യണം എന്നാണ് അർത്ഥം. അങ്ങനെയാണല്ലേ? എന്നാൽ ദാ പിടിച്ചോ ഓവർടേക്ക് എന്നും പറഞ്ഞ് ശാലിനിയുടെ വണ്ടി ഓവർടേക്ക് ചെയ്യുകയാണ് വിഷ്ണു. സ്പീഡിൽ പോകുന്ന വിഷ്ണുവിനോട് കമലൻ ചോദിക്കുകയാണ്. എന്താ ആശാനെ, നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത്? നീ എന്തൊക്കെയായി പറയുന്നത്? നീ അല്ലേ പറഞ്ഞത് മുന്നിൽ പോകണമെന്ന്? അതിനിത് ബുള്ളറ്റ് റേസ് ആണോ? ആശാനെ, വണ്ടി നിർത്ത്. എന്തിനാ? നിർത്താനല്ലേ പറഞ്ഞത്. ആ, നിക്ക് എന്ന് പറഞ്ഞ് സൈഡ് ഒതുക്കുകയാണ് വിഷ്ണു. തിരിഞ്ഞു നോക്കിയിട്ട് കമലം പറയുകയാണ്. ദേ, അങ്ങോട്ട് നോക്കിയേ, ഏട്ടത്തിയെ കാണാൻ പോലും ഇല്ല. നമ്മൾ വന്നതേ ഓട്ടപ്പന്തയത്തിനല്ല. ഏട്ടത്തിയെ ആശാന് കാണാനും ആശാന് ഏട്ടത്തിയെ കാണാനും വേണ്ടിയിട്ടാണ്. കമലിനോട് ഇറങ്ങാൻ പറഞ്ഞ ശേഷം വിഷ്ണുവും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ദേഷ്യപ്പെടുകയാണ് വിഷ്ണു. ചിലപ്പോൾ നീ പറയും മുന്നോട്ടെടുക്കെന്ന്. ചിലപ്പോ പറയും പിറകെ പോകാൻ. ഇതിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതൊക്കെ പിന്നെ അതിന്റെ റൂട്ടിലങ്ങ് ചെയ്യണം ആശാനെ. അതെങ്ങനെയാ? വടിവാളും സൈക്കിൾ ചെയിനും ഒക്കെ അല്ലേ പരിചയമുള്ളൂ എന്ന് പതുക്കെ പറയുകയാണ് കമലൻ. എന്തോന്നെന്ന് ചോദിക്കുമ്പോൾ കമലൻ പറയുകയാണ്. ഒന്നുമില്ലേ. വീണ്ടും വന്ന വഴി നോക്കുന്നതിന് ശേഷം വിഷ്ണു പറയുകയാണ്. അവളെ കാണുന്നില്ലല്ലോടാ. ആശാനെ, ഏട്ടത്തിക്ക് ആശാനോടുള്ള പ്രണയം സത്യമാണെങ്കിൽ ഏട്ടത്തി ആശാനെ ഫോളോ ചെയ്ത് വന്നിരിക്കും. കുറെ നേരം നോക്കി നിന്ന ശേഷം വിഷ്ണു പറയുകയാണ്. നമുക്ക് പോകാമെടാ, ഇത് നടപടിയാകുന്ന കേസല്ല. അന്നേരം ശാലിനിയുടെ വണ്ടി വരുന്നത് കണ്ട് കമലം പറയുകയാണ്. ദേ, നോക്കാശാനെ. ശാലിനിയുടെ വണ്ടി തന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് നോക്കി നിൽക്കുകയാണ് വിഷ്ണു. കമലൻ ചോദിക്കുകയാണ്. ആ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ആശാനെ? ഇപ്പോ റൂട്ട് ക്ലിയർ ആയില്ലേ? എർഡ എന്ന് പറഞ്ഞ് അവര് വണ്ടി എടുത്ത് പോവുകയാണ്. ഓട്ടോയിലിരിക്കുന്ന ശാരദാമ്മയോട് ശാരിക പറയുകയാണ്. അയ്യോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമമ്മേ, തലയിടിച്ചതല്ലേ. ഹോസ്പിറ്റലിലൊക്കെ പോയാൽ സ്കാനിങ്, എക്സ്റേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരുപാട് സമയമെടുക്കും മോളെ. അപ്പോഴേക്കും നമ്മുടെ പണവുമായിട്ട് അവൻ സ്ഥലം വിടും. ഇതൊക്കെ കേട്ട ഓട്ടോക്കാരൻ ചോദിക്കുകയാണ്. എത്ര രൂപ പോയി? ശാരദാമ്മ പറയുകയാണ്. 10 ലക്ഷം. 10 ലക്ഷമോ? എന്റെ അമ്മേ. ശാരദാമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്റെ ദേവി, നീ എന്റെ പണം മടക്കി തരണേ. നീ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം പെരുവഴിയിലാക്കല്ലേ. ശാരിക പറയുകയാണ്. ചേട്ടാ, ഒന്ന് വേഗം വിട് ചേട്ടാ. അതേസമയം ശാലിനിയുടെ പുറകെ പോകുന്ന വിഷ്ണു കമലിനോട് ചോദിക്കുന്നുണ്ടാ, ഈ 1 മീറ്റർ പിടിച്ചാൽ പോരെ? മതി ആശാനെ, ഈ ദൂരം കറക്റ്റ് ആണ്. ഏട്ടത്തിയമ്മ നോക്കിയാൽ ആശാനെ കാണാം, ആശാന് ഏട്ടത്തിയമ്മയെയും കാണാം. പക്ഷെ എനിക്ക് അവളുടെ മുഖം കാണാൻ പറ്റുന്നില്ലടാ. അത് കേട്ട് കമലം പറയാണ്. കണ്ടോ, ആശാന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി ഏട്ടത്തിയമ്മ. അന്നേരം ശാലിനി വണ്ടി സൈഡ് ഒതുക്കുകയാണ്. കമലൻ പറയുകയാണ്. ആശാന് ഏട്ടത്തിയമ്മയുടെ മുഖം കാണാത്തത് കൊണ്ടാണ് ഏട്ടത്തിയമ്മ അതിനൊരു സമാധാനം ഉണ്ടാക്കിയത്. അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാശാനെ. അല്ല, അത് എന്ന് പറഞ്ഞു മടിച്ചു നിൽക്കുകയാണ് വിഷ്ണു. എന്റെ പൊന്നാശാനെ, ഇതൊരു സിഗ്നലാണ്, അങ്ങോട്ട് ചെന്ന് സംസാരിക്കുക. മടിച്ച് വിഷ്ണു ചോദിക്കുകയാണ്. ചെല്ലാം അല്ലേ? അന്നേരം ഫോൺ റിങ് ചെയ്തതിനാലാണ് ശാലിനി വണ്ടി നിർത്തിയത്. ശാലിനി ശ്യാമ ഫോൺ ചെയ്യുകയാണ്. ശ്യാമ ചോദിക്കുകയാണ്. ഹലോ കുഞ്ഞേച്ചി, എവിടെയാണ്? ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മോളെ. അതേസമയം വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് വിഷ്ണു. അമ്മയും വല്യേച്ചിയും ഇതുവരെ വന്നില്ല ചേച്ചി. ശാലിനി പറയുകയാണ്. നിനക്കറിയില്ലേ അമ്മയുടെ സ്വഭാവം? അമ്പലത്തിലേക്കല്ലേ പോയത്? ഒരുപാട് പരാതിയും പരിഭവവും ഒക്കെ പറയാനുണ്ടാകും ദേവിയോട്. ശാലിനിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയ വിഷ്ണു ശാലിനി ഫോൺ ചെയ്യുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് കമലനെ നോക്കുകയാണ്. കമലനെ അടിക്കാൻ ചെന്നിട്ട് വിഷ്ണു പറയുകയാണ്. നിനക്കൊരൊറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ, എന്നെ കണ്ടിട്ടല്ല അവൾ വണ്ടി നിർത്തിയത്. എടാ, അവൾ മൊബൈൽ നോക്കുവാണ്. കമലൻ പറയുകയാണ്. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കും ആശാനെ, മിണ്ടരുത് നീ. ശാലിനി പറയുകയാണ്. നട അടച്ചിട്ട് പൂജാരി തന്നെ അവരെ പിടിച്ച് പുറത്താക്കേണ്ടി വരും, നീ പേടിക്കേണ്ട. അവരിങ്ങ് വന്നോളും. ശരി മോളെ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ശാലിനി ഫോൺ പേഴ്സിൽ വെക്കുന്നത് കണ്ട് കമലൻ പറയുകയാണ്. ആശാനെ, പുറകെ പിടിച്ചോ, ഇത് വേറൊരു സിഗ്നലാണ്. വിഷ്ണു ദേഷ്യപ്പെട്ട് കമലിനോട് പറയാണ്. ദേ, ഇനി നീ മിണ്ടിയാൽ ചവിട്ടിക്കൂട്ടി നിന്നെ ആ കാട്ടിലിടും, കേറടാ. അതിനുശേഷം വണ്ടി എടുത്തു പോകുന്ന ശാലിനിയുടെ പിന്നാലെ തന്നെ പോവുകയാണ് വിഷ്ണു. അതേസമയം സ്റ്റേഷനിലെത്തുകയാണ് ശാരദാമ്മയും ശാരികയും. പെട്ടെന്ന് ഓടിപ്പോകുന്ന ശാരദാമ്മയോട് ശാരിക പറയുകയാണ്. അമ്മേ, പതുക്കെ പോയാൽ നമ്മുടെ ജീവിതം അവനങ്ങ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും മോളെ. ഓടിപ്പോകുന്ന ശാരദാമ്മ വാതിൽക്കൽ വെച്ച് ഒരു കോൺസ്റ്റബിളിനെ ചെന്നിടിക്കുകയാണ്. കോൺസ്റ്റബിൾ ചോദിക്കുകയാണ്. എങ്ങോട്ടായി തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത്? ഇതെന്താ, നിങ്ങളുടെ അമ്മായിയുടെ വീടാണോ? ശാരദാമ്മ പറയാണ്. അല്ല സാറേ, ഞങ്ങളുടെ
കാശോ? ഏത് കാശെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഒരു പരാതി കൊടുക്കണം സാറേ. ഞങ്ങളുടെ കാശ് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. ആര്? അതറിയാമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമോ സാറേ? ദയവ് ചെയ്ത് ഇൻസ്പെക്ടർ സാറിനെ ഇങ്ങ് കാണാൻ എന്ന് പറയുമ്പോൾ അകത്തിരുന്ന SI പറയുകയാണ്, അവരെ ഇങ്ങോട്ട് കയറ്റിവിട്. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ്, ചെല്ല് ചെല്ല്. ശാരദാമ്മ പറയുകയാണ്, സാറേ ഞങ്ങളുടെ കാശ് പിടിച്ചു പറിച്ചു കൊണ്ടുപോയി. നിങ്ങൾ ആദ്യം കരച്ചിൽ നിർത്ത്, എന്നിട്ട് സമാധാനത്തോടു കൂടി കാര്യം പറയ്, എങ്കിലല്ലേ എനിക്ക് കാര്യം മനസ്സിലാകൂ. കുട്ടി പറഞ്ഞാലും മതി. എന്താ സംഭവിച്ചെന്ന് ശാരികയോട് പറയുകയാണ് SI. ശാരിക പറയുകയാണ്, ഞങ്ങളുടെ കാശ് പിടിച്ചു പറിച്ചു കൊണ്ടുപോയി സാർ, ഒരു കള്ളൻ. എവിടെ വെച്ച്? ഇവിടെ മൈത്രി നഗറിൽ. ഒരു 10 മിനിറ്റ് ആയി കാണൂ. SI പറയാണ്, ഈയിടെയായിട്ട് ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ചു കൂടുതലാണ്. പണം എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? ബാഗിലോ പേഴ്സിലോ? ഒരു ലെതർ ബാഗിലായിരുന്നു സാർ എന്ന് പറയുകയാണ് ശാരിക. നേരം അവിടേക്ക് ചായ കൊണ്ടുവന്ന ആളിനോട് SI ദേഷ്യപ്പെടുകയാണ്, എന്തൊരു ഊള ചായയാണോ ഇത് റാസ്കൽ? അരിക്കാടി കലക്കി വെച്ചിരിക്കുന്നോ, എടുത്തോണ്ട് പോടോ അവിടെന്ന്. അതുകൊണ്ട് പേടിക്കുകയാണ് ശാരിക. വീണ്ടും SI ചോദിക്കുകയാണ്, അല്ല എത്രയുണ്ടായിരുന്നു കവറിനുള്ളിൽ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, സാർ 10 ലക്ഷം. 10 ലക്ഷമോ എന്ന് ചോദിക്കുകയാണ് SI. അന്നേരം അവിടേക്ക് ഒരു കള്ളനെ കൊണ്ടുവരികയാണ് ഒരു കോൺസ്റ്റബിൾ. കോൺസ്റ്റബിൾ പറയുകയാണ്, സാർ ആ ചക്കമോഷണ കേസിലെ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, സെല്ലി കയറ്റിക്കോ, തുടങ്ങി വെച്ചോളൂ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. അന്നേരം അയാൾ പറയുകയാണ്, സാറേ ഞാൻ കഴിഞ്ഞ 6 മാസമായി ഈ നാട്ടിൽ ഇല്ലായിരുന്നു. ഈ കേസ് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. മിണ്ടരുത്, പിടിച്ചോണ്ട് പോടോ എന്ന് കോൺസ്റ്റബിളിനോട് പറയുകയാണ് SI. ഇതൊക്കെ കണ്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയും. SI പറയുകയാണ്, ഇതൊന്നും കാര്യമാക്കേണ്ട. നേരും നെറിയുമുള്ളവർക്ക് ഇവിടെ വരേണ്ട കാര്യം ഇല്ലല്ലോ. ഇവനൊക്കെ പക്കാ ക്രിമിനൽസ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഭാഗവതം വായിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ 10 ലക്ഷം രൂപ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. അതെ സാറേ, സത്യമാണ്. നിങ്ങൾക്ക് എന്താണ് ജോലി? ഞാനൊരു ഹോട്ടൽ നടത്തുവാണ് സാറേ. കുടുംബശ്രീ എന്നാണ് ഹോട്ടലിന്റെ പേര്. നേരം SI പറയാണ്, കേട്ടിട്ടുണ്ട്, ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടൽ. നിങ്ങളാണോ ആ ശാരദാമ്മ? അതെ സാറേ, ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലെ ഫുഡിന് നല്ല ടേസ്റ്റ് ആണെന്നാണ് കേൾവി. ഒരു ദിവസം അവിടെ വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അല്ല, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ്? അന്നേരം ശാരദാമ്മ പറയാണ്, സാറേ ആ കള്ളൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിച്ചെങ്കിൽ. അന്നേരം സെല്ലിലിട്ട് കള്ളനെ മർദ്ദിക്കുന്ന പോലീസുകാരനോട് SI പറയുകയാണ്, ഒന്ന് അനങ്ങി പെരുമാറടോ. താനെന്താ ഉമ്മ വെച്ച് കളിക്കുകയാണോ? ഇങ്ങനെയാണോ പ്രതികളെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നത്? വീണ്ടും SI പറയാണ്, അപ്പോ നമ്മുടെ 10 ലക്ഷത്തിന്റെ കഥ? അല്ല, നിങ്ങൾക്ക് എവിടെന്ന് കിട്ടി അത്രയും പണം? അതെ സാറേ, എന്റെ ഭർത്താവ് തന്നതാണ്. വീണ്ടും സെല്ലിനുള്ളിൽ പോയി SI ആ കള്ളനെ മർദ്ദിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് ശാരിക. അല്ലല്ലേ സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. വന്നിരുന്ന ശേഷം വീണ്ടും SI പറയുകയാണ്, അവൻ കള്ളനാണ്, കള്ളപ്പരാതിയുമായി വന്നിരിക്കുകയാണ്. ഇങ്ങനെ കള്ളപ്പരാതിയുമായി വന്നിരിക്കുന്ന എല്ലാത്തിനെയും ഇടിച്ച് നട്ടലൊതുക്കുകയാണ് വേണ്ടത്. വീണ്ടും SI ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനാ നിൽക്കുന്നത്, പോയില്ലേ ഇതുവരെ? ശാരദാമ്മ പറയാണ്, സാർ പരാതി എഴുതി വാങ്ങിയിരുന്നെങ്കിൽ. എന്തോന്ന് പരാതി? അല്ല, നിങ്ങളൊക്കെ എന്തോന്നാണ് കരുതിയിരിക്കുന്നത്? ഞങ്ങളെ പോലീസുകാരൊക്കെ പൊട്ടന്മാരാണെന്നാണോ? അതോ കോമാളികളോ? കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയുടെ ചരിത്രമൊക്കെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. 3 പെൺമക്കൾ കുഞ്ഞായിരിക്കുമ്പോഴേ ശാരദാമ്മയെ ഉപേക്ഷിച്ചു പോയതാണ് ഭർത്താവായ ഗോപാലകൃഷ്ണൻ. അയാള് വേറെ കെട്ടി സുഖമായി ജീവിക്കുന്നു. എന്താ ശരിയല്ലേ ഈ പറഞ്ഞത്? അപ്പോ ഈ 10 ലക്ഷം സമ്മാനം പോലെ തന്ന ഭർത്താവ് ആരാ ശാരദാമ്മേ? ഗോപാലകൃഷ്ണൻ ഇപ്പോഴും വരുത്തുപോക്ക് ഉണ്ടോ? അതോ പുതിയ ആരെങ്കിലും എൻട്രി ആയോ ഭർത്താവായിട്ട്? ഇത് കേട്ട് ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, നിർത്ത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.